കർത്താവിന് സ്തോത്രം. ഇയ്യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം വായിക്കാം. അവൻ അവളോട് ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. ഇതിലൊന്നിലും ഇയ്യോബ് വചനങ്ങളാൽ പാപം ചെയ്തില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു ഭക്തനായ ഭർത്താവ് തൻ്റെ ഭാര്യയോട് പറഞ്ഞ ഒരു മറുപടിയാണ് ഇത് നമ്മൾ വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഒരു ഭക്തനായ മനുഷ്യൻ തൻ്റെ ഭാര്യയോട് പറഞ്ഞ മറുപടിയാണ്. കർത്താവിന് സ്തോത്രം. വളരെ വ്യത്യസ്തമായ ഒരു ചിന്തയാണ്. പ്രൈസ് ദി ലോർഡ്. ചില സന്ദർഭങ്ങളിൽ ചില വാക്കുകൾ നമ്മൾ പറയുന്നത്, അവിടെയാണ് ശരിക്കും നമ്മുടെ വിശ്വാസം, ഒരായുസ് കൊണ്ട് നാം പ്രാപിച്ച വിശ്വാസത്തിൻ്റെ മൂല്യം വെളിപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ മൂല്യമൊക്കെ നഷ്ടപ്പെടാനും തള്ളിപ്പറയാനും ഒക്കെ സാധ്യതയുള്ള ഒരു ശരീരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ ലോകത്തിൽ നിന്ന് പറയുന്നില്ല, കാരണം നമ്മൾ മനുഷ്യരാണ്. സന്തോഷമാണെങ്കിൽ സന്തോഷമാണ്, നന്മയാണെങ്കിൽ നന്മയാണ്, അനുഗ്രഹമാണെങ്കിൽ അനുഗ്രഹമാണ്. ഇതിനെന്തിനെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ നമ്മുടെ മനോഭാവം എന്തായി മാറും, നമ്മുടെ വാക്കുകൾ എങ്ങനെയായി മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ഞാനിത് ചിന്തിക്കാനുള്ള കാരണം, ഞാൻ ഇയ്യോബ് എന്ന മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ്. ഇവിടെ ഇയ്യോബിൻ്റെ ഭാര്യയെക്കുറിച്ച് എല്ലാവരും പറയും, ഇയ്യോബിൻ്റെ ഭാര്യ അങ്ങനെ പറഞ്ഞില്ലേ ഒരു ഭർത്താവിനോട്. എന്തോ മറുപടി പറഞ്ഞെന്നറിയാമോ? ഒരു ഭർത്താവിനോട് പറഞ്ഞ മറുപടി, ഒരു ഭാര്യ ഭർത്താവിനോട് പറയുകയാണ്. അതിൻ്റെ 9-ാം വാക്യം, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു. ഇച്ചിരി കട്ടിയായി പോയില്ലേ? ഒരു ഭർത്താവിനോടൊരു ഭാര്യ പറയുകയാണ്, ദൈവത്തെ ത്യജിച്ചു പറഞ്ഞിട്ട് പോയി മരിക്കാൻ. അങ്ങനെ പറയാൻ എങ്ങനെ തോന്നും? എത്രയായാലും ഒരു ഭർത്താവല്ലേ? പ്രൈസ് ഗോഡ്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്നുള്ളത് ആ ഭാര്യ പറഞ്ഞപ്പോൾ മനസ്സിലായി. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ദൈവമാണ്. ഹല്ലേലൂയ. ഇത് പറയാനുള്ള കാരണം അത് തന്നെയാണ്. കാരണം ദൈവത്തെ സേവിച്ചിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ഇനിയും നമ്മുടെ മുൻപിൽ ഒരു സാധ്യതയുമില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ എനിക്കൊരു തിരുത്ത് പറയാനുണ്ട്. ഇയ്യോബിൻ്റെ ഭാര്യ നല്ലൊരു സഹോദരിയായിരുന്നു. അവിടെ ക്ഷമയെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിച്ചു. ഇയ്യോബിൻ്റെ ഭാര്യയുടെ ക്ഷമ ദീർഘക്ഷമ തന്നെയായിരുന്നു. അതെന്തുകൊണ്ട്? കാരണം കുടുംബജീവിതത്തിൽ, തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടായ പ്രശ്നങ്ങൾ അത്ര ഭയങ്കരമായിരുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ഇയ്യോബിൻ്റെ കുടുംബത്തിൻ്റെയും നന്മയാണ് ആദ്യം നഷ്ടപ്പെടുന്നത്. ഇയ്യോബിൻ്റെ കുടുംബത്തിൻ്റെയും ഭൗതികമായ കാര്യങ്ങൾ, അവരുടെ ഭൗതിക നന്മകൾ നഷ്ടപ്പെടാൻ തുടങ്ങി. ഒന്നിനു പുറകെ അവരുടെ ഭൗതികം നഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ഏത് വ്യക്തികളുടെയും ജീവിതത്തിൽ നമ്മുടെ ഭൗതിക നന്മകൾ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടാൽ, 5 പൈസ കയ്യിലെടുക്കാനില്ലാത്തൊരവസ്ഥ വന്നാൽ, എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ടായിട്ട് അല്ലാതെ ദാരിദ്ര്യത്തിൽ ജീവിച്ചൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരു കുടുംബമാണ് വേണ്ടിയല്ല. ഇയ്യോബിൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടം പോലെ വാങ്ങിച്ചു കൊടുത്ത ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു ഇയ്യോബ്. കാരണം ഒരു ബുദ്ധിമുട്ടും ആ വീട്ടിലുണ്ടായിട്ടില്ല. കർത്താവിന് സ്തോത്രം. പക്ഷെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു. ഒരു 5 പൈസ എടുക്കാൻ പറ്റാത്ത പോലെ തൻ്റെ സാമ്പത്തിക അവസ്ഥ നഷ്ടപ്പെട്ടു. അന്നേരം ഇയ്യോബിൻ്റെ ഭാര്യ ഒരു വാക്ക് പോലും ഇയ്യോബിനെ തള്ളി പറഞ്ഞില്ല. പറഞ്ഞോ?
അപ്പോൾ അവൾ നല്ലൊരു ഭാര്യയല്ലേ? എത്ര ക്ഷമയുള്ളൊരു ഭാര്യയായിട്ടല്ലേ? പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇനി ഈ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് നിങ്ങൾക്ക് പറയാമോ? ഒരമ്മയുടെ ഏറ്റവും വലിയ സങ്കടം മക്കൾ. പ്രൈസ് ദി ലോർഡ്. ഭർത്താവ് മരിച്ചാലും സാരമില്ല, മക്കൾ മരിച്ചാൽ സഹിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എത്ര മക്കളാണ് മരിച്ചത്? ഒറ്റ ദിവസം കൊണ്ട് തൻ്റെ ഉദരത്തിൽ നിന്ന് ജനിച്ച 10 എണ്ണമാണ് തീർന്നു കിട്ടിയത്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ആ വീടിൻ്റെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കിയേ. എന്തൊരു വാർത്തയാണ്! ലോകവാർത്തയായി മാറി. ഒരു വീട്ടിലെ 10 മക്കളും വീട് ഇടിഞ്ഞു വീണ് തകർന്നു വീണ് മരണപ്പെടുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. പ്രൈസ് ദി ലോർഡ്. ഒറ്റ വാക്കിലെങ്കിലും ഇയ്യോബിൻ്റെ ഭാര്യ തള്ളി പറഞ്ഞോ? അപ്പൊ എന്ത് ക്ഷമയുണ്ടായിരുന്നില്ലേ, എന്ത് സഹിഷ്ണുതയുണ്ടായിരുന്നു. ചിലരൊക്കെ പറയും ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട് കേട്ടോ. ചിലപ്പോൾ ചില ഭർത്താക്കന്മാർ ഭാര്യമാരോട് പറയുന്നതാണ്, ഭാര്യമാർ ഭർത്താക്കന്മാരോടും പറയുന്നതാണ്, മാതാപിതാക്കൾ മക്കളോട് പറയുന്ന വാക്കാണ്, മക്കൾ മാതാപിതാക്കളോട് പറയുന്ന വാക്കാണ്, സഭയിലെ പാസ്റ്റർമാർ പറയുന്ന വാക്കാണ്, കമ്മിറ്റിക്കാർ പറയുന്ന വാക്കാണ്, വിശ്വാസികളൊക്കെ പറയുന്ന വാക്കാണ്. ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട്. ഇത് മേളിലത്തെ ദൈവം കേട്ടോണ്ടിരിക്കുകയായിരുന്നു. നിന്റെ പരിധി എവിടെ വരെ ഉണ്ടെന്നറിയാൻ. നമുക്കങ്ങനെ ഒന്നും പറയാൻ റൈറ്റില്ല. കാരണം കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന മുകളിലിരിക്കുന്ന ദൈവമാണ്. നമ്മുടെ വാക്കുകൊണ്ടൊന്നുമല്ല, നമ്മൾ ചിന്തിക്കുന്നത് പോലെയുമല്ല. അപ്പം കാര്യങ്ങൾ അങ്ങോട്ട് തകിടം മറിഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ്, അവിടെയൊന്നും ഇയ്യോബിൻ്റെ ഭാര്യ എന്ത് ചെയ്തില്ല? ഒന്നും പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ സാമ്പത്തികം തകർന്നു പോയപ്പോൾ പറഞ്ഞില്ല, മക്കൾ തകർന്നു പോയപ്പോൾ പറഞ്ഞില്ല. പ്രൈസ് ഗോഡ്. ശരീരത്തിൽ, ഒരു ഭർത്താവിൻ്റെ ശരീരത്തിൽ പരുക്കൾ ബാധിച്ചു. പരുക്കൾ ബാധിച്ചപ്പോൾ വീടിന് ഇച്ചിരി വെളിയിൽ ഇറങ്ങേണ്ട ഒരു അവസ്ഥ വന്നു. എവിടെയായിരുന്നത്? 8-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. അവനൊരു ഓട്ടിൻ കഷ്ണം എടുത്ത് തന്നെത്താൻ ചുരുണ്ടിക്കൊണ്ട് ചാരത്തിലിരുന്നു. നമ്മൾ ഈ വാക്യം ബൈബിളിൽ ഇപ്പോൾ എല്ലാം ഒന്നും എഴുതി വെക്കാൻ ഒക്കത്തില്ലല്ലോ. അതിൻ്റെ പ്രധാന ഭാഗമാണ് എഴുതി വെക്കുന്നത്. ഈ ചാരത്തിലിരുന്ന് ഇത് ചിരണ്ടണമെന്നുണ്ടെങ്കിൽ വീട്ടിനകത്തുനിന്ന് എന്ത് ചെയ്തു? പുറത്താക്കുകയാണോ പുറത്തിറങ്ങുകയാണോ? അവിടെ അതൊന്നും എഴുതിയിട്ടില്ല. യോബിൻ്റെ ഭാര്യ പുറത്താക്കിയതായിട്ട് അവിടെ എഴുതിയിട്ടില്ല. യോബിൻ്റെ ഭാര്യ പുറത്താക്കിയിട്ട് അവിടെ എഴുതിയിട്ടില്ല. തെറ്റ് പറയരുതല്ലോ. യോബ് സ്വയമായിട്ട് ഇറങ്ങി. അപ്പം ഞാനിത് ചിന്തിച്ചപ്പോൾ, ഇത് വായിച്ചപ്പോൾ ഓർത്തു, ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മൾ രാജശേഖരൻ നായർ എന്ന് പറയുന്ന ഒരാളിനെ എടുത്തു. അതൊരു ഹിന്ദു സഹോദരനാണ്. അദ്ദേഹത്തെ എടുത്തപ്പോൾ ഞാൻ ഈ ഭാഗം ഓർത്തു. അദ്ദേഹത്തെ എടുക്കാനുള്ള കാരണം, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഭാര്യയുണ്ട്, മകളുണ്ട്, മകനുണ്ടെന്ന് പറയുന്നു, അപ്പം വീടുമുണ്ട്, എന്നിട്ടും വീടിന് വെളിയിൽ ഒരു പടുതാപോ എന്ന് പറയാൻ പറ്റത്തില്ല, അത്രയ്ക്കും മോശമായൊരു ഷെഡിൻ്റെ അകത്ത് ഉറുമ്പരിച്ച് കിടക്കുന്ന ഒരവസ്ഥയിൽ ആ മനുഷ്യനെ കിടത്തിയിരിക്കുകയാണ്. അവിടെ നിന്നാണ് ഞങ്ങൾ എടുക്കുന്നത്. എടുക്കാൻ ചെല്ലുമ്പോഴൊക്കെ ഈ ഭാര്യയും മകളും ഒക്കെ അവിടെ ഒരു അന്യരെ പോലെ വന്ന് നോക്കി നിൽക്കുകയാണ്. ആ മനുഷ്യനെ ഏറ്റെടുത്തപ്പോൾ ആ മകളുടെ കണ്ണിൽ നിന്ന് കരച്ചിലുമൊക്കെ വന്നു. എന്തിനാണെന്നറിയത്തില്ല. കാരണം സ്വന്തം അപ്പനെ അല്ലെങ്കിൽ ആ ഭർത്താവിനെ വീടിന് വെളിയിൽ ഇറക്കി ഒരു ഷെഡിൻ്റെ അകത്ത് നീറ് കടിക്കുന്നൊരവസ്ഥയിൽ കിടത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ മനുഷ്യൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇങ്ങനെ ചോദിച്ചു, പറഞ്ഞു, വീട്ടിന് പുറത്ത് എന്തുകൊണ്ടാണ് ഇറക്കേണ്ടി വന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ അസുഖം അങ്ങനത്തെ ഒരു അസുഖമായിരുന്നു. എൻ്റെ അസുഖം അങ്ങനത്തെ ഒരു അസുഖമായിരുന്നു. വീട് ഉണ്ട്, ഓർത്ത് നോക്കണം, ഭാര്യയുണ്ട്, മകളുണ്ട്, പക്ഷെങ്കിൽ താമസം എവിടെയാണ്? വീടിന് വെളിയിൽ അയ്യത്താണ്. മഴ പെയ്യുമ്പോൾ ഭാര്യയും മകളും ഒക്കെ നനയാതെ സുഖമായിട്ട് കിടക്കുമ്പോൾ ഈ മനുഷ്യൻ പറയുകയാണ്, മഴ പെയ്യുമ്പോൾ എൻ്റെ ഭാഷയെ ചോർന്നൊലിക്കിച്ചാ ഞാൻ കിടന്നുകൊണ്ടിരുന്നത്.
ഇനി അദ്ദേഹത്തിന് അസുഖം എന്താണെന്നറിയാമോ? അദ്ദേഹത്തിന് അസുഖം എന്ന് പറയുന്നത് വൻകുടലുണ്ടല്ലോ, നമ്മുടെ ആഹാരമൊക്കെ കഴിച്ച് പുറത്തേക്ക് പോകേണ്ട ആ വിസർജനം പോകേണ്ട ആ ഭാഗം, ആ കുടല് ഒരടിയോളം അങ്ങ് ഇറങ്ങിപ്പോയി. ഇങ്ങനെ അവസ്ഥ ഉണ്ടാകുമോ? നോർത്ത് നോക്കിയേ, അത് തിരിച്ച് കയറ്റിയിടാൻ പറ്റുന്നില്ല. ഹോസ്പിറ്റലിൽ അദ്ദേഹം പോയി, വലിയ വലിയ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുവാനായി അദ്ദേഹത്തിന് സൗകര്യമില്ല. അങ്ങനെ ഒരടിയോളം വെളിയിലേക്ക് ഇറങ്ങിപ്പോയ ഒരു കുടലുമായിട്ട് വേദനിക്കുന്നൊരവസ്ഥയിൽ, ദുർഗന്ധം വമിക്കുന്നൊരവസ്ഥയിൽ ആ വീട്ടുകാർ ആ ഭർത്താവിനെ വെളിയിലേക്ക് മാറ്റി. അങ്ങനെ അദ്ദേഹം ആ ഷെഡിൽ കിടക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ അദ്ദേഹത്തെ നമ്മുടെ 2 കരങ്ങളിൽ നിന്നിട്ട് സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയൊക്കെ നമ്മുടെ പ്രിയ സഹോദരന്മാരാണ് ചെയ്യുന്നത്. അദ്ദേഹം വളരെ സന്തോഷവാനായിട്ട് ഇവിടെ കഴിയുകയാണ്. അദ്ദേഹത്തിന് ഒത്തിരി കണ്ണ് നിറഞ്ഞു പോയി അദ്ദേഹം. കാരണം ഇവിടെ അദ്ദേഹത്തിന് ഇങ്ങനൊരു കെയർ കിട്ടിയപ്പോൾ. പ്രൈസ് ദി ലോർഡ്. ഇപ്പം ഞാൻ ഇയ്യോബിൻ്റെ കാര്യം ഓർത്തു. ഭാര്യയാണോ പുറത്താക്കിയെന്ന് അവിടെ എഴുതിയിട്ടില്ല. ഒരു പക്ഷേക്ക് സ്വയമായിട്ട് പുള്ളി ഇറങ്ങിയതായിരിക്കും. എനിവേ, മനോഹരമായ എല്ലാ സൗകര്യങ്ങളും വിട്ട് ചാരത്തിൻ്റെ അകത്ത് കിടന്ന് ഒട്ട് കഷ്ണം കൊണ്ട് ശരീരം മുഴുവൻ വ്രണം പിടിച്ച്, പരുക്കൾ പിടിച്ച്, അതിൻ്റെ അസഹനീയമായ ചൊറിച്ചിലുകൊണ്ട് ചൊറിയുമ്പോൾ, ആ ചൊറിയുന്ന വ്രണത്തിൻ്റെ അതൊക്കെ ചൊറിയുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് വരുന്ന പഴുപ്പും ചോരയും ദുർഗന്ധവും, വീട്ടിൽ കയറി കിടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എല്ലാം നഷ്ടപ്പെട്ടവനായി, എല്ലാം തകർന്നവനായി, പ്രതാപശാലിയായി ഒരു കാലത്ത് നിന്നവൻ ഈ ഒരു അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ അവസാനം ഭാര്യയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി. അവളുടെ ക്ഷേമം നഷ്ടപ്പെട്ടു പോയി. അവൾ ആ മനുഷ്യൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഈ ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് പോയി ചാകരുതോ. ഹല്ലേലൂയ. ആ വാക്ക് കേട്ടപ്പോൾ ഒരു ഭർത്താവിൻ്റെ ആത്മസംയമനം, ഒരു ഭർത്താവിൻ്റെ വിശ്വാസം, ഒരു ഭർത്താവിൻ്റെ ദൈവകൃപ, ഭർത്താവ് കൊടുക്കുന്ന ആൻസർ എത്ര ആത്മീയ ആഴമുള്ള ഒരു ഉത്തരമാണ്. അങ്ങനെ ഒരു മറുപടി പറയാൻ നമുക്ക് പറ്റുമോ? ഭാര്യയോട് ചേർന്ന് വേണമെങ്കിൽ പറയാം, ശരിയാടി, ഇനി നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല, ഇനി ചാകുന്നതാണെന്നല്ല, ഞാൻ തന്നെ നീയോടെ വാ, നമുക്ക് ഒരുമിച്ച് ചാകാമെന്ന് വേണേൽ പറയാം. എന്നാൽ ഹല്ലേലൂയ, അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, നീ ഒരു പൊട്ടിയെ പോലെ സംസാരിക്കും. പൊട്ടിയെ പോലെയോ? ഞാൻ പൊട്ടിയല്ലെന്നോ? ഞാൻ ഒരു വിചാരമുണ്ട്, അച്ഛൻ അല്ലേലും ഞാനൊരു പൊട്ടിയാണെന്നൊരു വിചാരമുണ്ട്. മിക്കവാറും കുടുംബങ്ങളിൽ പറയുന്നൊരു കാര്യമാണ്, ഞാൻ പൊട്ടിയൊന്നുമല്ല, ഞാൻ കഴുതയൊന്നുമല്ല, ഞാൻ നല്ല ബുദ്ധിയുള്ള വ്യക്തിയാണ്, ഞാൻ നല്ല ഓർമ്മശക്തിയുള്ള വ്യക്തിയാണ്, ഞാൻ നല്ല വിശ്വാസവും ഭക്തിയുമുള്ള വ്യക്തിയാണ്. പക്ഷേ ഇയ്യോബ് പറഞ്ഞത്, നീ ഒരു പൊട്ടിയെ പോലെ സംസാരിക്കുന്നു. ഇയ്യോബിൻ്റെ ഭാര്യ പൊട്ടിയാണോ? സ്തോത്രം. ഇത്രയൊക്കെ ക്ഷമിച്ചവളല്ലേ? എന്ത് ദീർഘക്ഷമയുള്ള ഒരു ഭാര്യയാണ്. പ്രൈസ് ഗോഡ്. പക്ഷെങ്കിൽ ഇയ്യോബ് പറയുന്നു, ഒരു പൊട്ടിയെ പോലെ പലപ്പോഴും ഞാനും നിങ്ങളൊക്കെ പൊട്ടനും പൊട്ടിയുമാണ്. ഒന്ന് സമ്മതിക്കാമോ? അതുകൊണ്ടാണ് ചില അവിവേകങ്ങളൊക്കെ എൻ്റെയും നിങ്ങളുടെയൊക്കെ വായി വരുന്നത്. ചില വാക്കുകളൊക്കെ വരുമ്പോൾ നമ്മൾ പറഞ്ഞോണം, മനസാക്ഷിയോട് പറഞ്ഞോണം, അതെ ഹല്ലേലൂയ, ഞാൻ ഇത്രയും അറിവുള്ളവളായിട്ടും ഞാൻ ഇത്രയും നന്മ പ്രാപിച്ചിട്ടും ഞാൻ ഇത്രയും ഒക്കെ ദൈവനെ ഉപയോഗിച്ചിട്ടും ദൈവത്തിന് ഏറ്റവും കൂടുതൽ സങ്കടമുള്ളത് ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ വേഗത്തിൽ അവർ മറന്നു കളഞ്ഞു. ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് മറന്നു കളഞ്ഞ ഇസ്രായേൽ അവർ വേഗത്തിൽ മറന്നു കളഞ്ഞു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ദൈവം ചെയ്ത വിടുതലുകൾ, ദൈവം ചെയ്ത നന്മകൾ, ദൈവം നമ്മളെ മാനിച്ചത്, ദൈവം നമ്മളെ വിടുവിച്ചതൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട്, ഒരു നിമിഷം കൊണ്ട് മറന്നിട്ട് ഹല്ലേലൂയ ദൈവത്തെ തള്ളി പറയുവാനുള്ള ഒരു ടെൻഡൻസി വരുന്ന ഏതെങ്കിലും ഒരു മാനസിക അവസ്ഥ ഇന്ന് പകൽക്കാലം നമ്മളെ ഭരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു അദൃശ്യ ശക്തിയുണ്ട്. ആ ശക്തിയുടെ പേരാണ് സത്താൻ, ആ ശക്തിയുടെ പേരാണ് പിശാച്.
ഹല്ലേലൂയ. അതിവിടെ അതാണ് ഞാൻ ഒടുവിൽ കൊണ്ടുവരുന്നത്. ഈ സംഭവത്തിൻ്റെ പ്രധാന കാരണക്കാരൻ, ഇതിൻ്റെ പിന്നിലെ പ്രധാന പ്രവൃത്തി ചെയ്യുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് വളരെ വ്യക്തമാണ്. ഹല്ലേലൂയ. ഇയ്യോബും കുടുംബവും സന്തോഷത്തോടെ ജീവിക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നു. ദൈവം ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ ഭൂമി മുഴുവൻ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു. എൻ്റെ ഭക്തനായ ഇയ്യോബിന്റെ കുടുംബത്തിന്മേൽ ദൃഷ്ടി വെച്ചുവോ? ഹല്ലേലൂയ. ഇയ്യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചുവോ? ഉടനെ സാത്താൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്. വെറുതെയോൻ ഭക്തനായിരിക്കുന്നത്, നീ അവനും അവനുള്ളതിന് ചുറ്റും വേലി കെട്ടി കാവൽ ചെയ്തിരിക്കുകയല്ലേ. പ്രിയമുള്ളവരെ, നമ്മൾ വളരെ പഠിക്കേണ്ട ഒരു വേദഭാഗമാണ്, നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വേദഭാഗമാണ്. ഹല്ലേലൂയ. സാത്താൻ തന്നെ പറഞ്ഞു, ആ വേലി ഒന്ന് പൊളിക്കാൻ നീ ഒരു അനുവാദം തന്നാൽ മതി, അവൻ നിന്നെ മുഖത്ത് നോക്കി തള്ളി പറയുന്നു. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം. ആ വേലി ഒന്ന് പൊളിക്കാൻ ഒരു അനുമതി കൊടുത്തു. എന്തിനു വേണ്ടിയായിരുന്നറിയാമോ? ദൈവത്തിനറിയാം എൻ്റെ ഭക്തൻ തള്ളി പറയത്തില്ലെന്ന്. എന്നാൽ പിശാചിൻ്റെ ഒരു പരീക്ഷണം, പിശാചിൻ്റെ ലക്ഷ്യം, പിശാചിൻ്റെ ഉദ്ദേശം, നീ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് നീ ദൈവമില്ലാത്തവനായി, നീ തകർന്ന് തരിപ്പണമായി ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി നീ ദൈവത്തെ പള്ളി പറയണമെന്ന് നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന, നിന്നെക്കുറിച്ച് പ്രതീക്ഷിക്കുന്ന, അതിനുവേണ്ടി എന്തെല്ലാം ഉണ്ടാക്കി വെക്കാമോ അതെല്ലാം ഉണ്ടാക്കി വെക്കാൻ ഒരു പിശാചിൻ്റെ ശക്തി അതെ ഓരോ ദൈവത്തിൻ്റെ മക്കൾക്കും എതിരായിട്ടുണ്ട്. അത് തിരിച്ചറിയാനാണ് ഞാൻ ഈ മെസ്സേജ് പറയുന്നത്. അത് ഗ്രഹിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ മെസ്സേജ് പറയുന്നത്. നിന്റെ കുടുംബജീവിതം തകർക്കുവാൻ, നിന്റെ വ്യക്തിപരമായ ജീവിതം തകർക്കുവാൻ, നിന്റെ മനസ്സാക്ഷി ക്ഷീണിപ്പിക്കുവാൻ, നിന്നെ അതെ നിരാശപ്പെടുത്തുവാൻ, അതെ നിന്റെ നാവിൽ കൂടി തന്നെ നീ പറയണം. അതിനുവേണ്ടി വാദിച്ചു നിൽക്കുന്ന ഒരു പിശാചിന്റെ തന്ത്രം നിന്റെ വ്യക്തിപരമായ ജീവിതത്തിന് നേരെ, നിന്റെ കുടുംബത്തിന് നേരെ ഉണ്ട്. ഹല്ലേലൂയ. ഗിൽഗാലിന് നേരെ ഉണ്ട്. ഇത് മനസ്സിലാക്കുന്ന ദൈവമക്കൾ, പ്രൈസ് ദി ലോർഡ്, ധൈര്യത്തോടെ നിൽക്കണം. ഹല്ലേലൂയ. ഏത് പ്രതികൂലം വന്നാലും, ഏത് പോരാട്ടം വന്നാലും, എന്ത് പ്രതികൂലം വന്നാലും, പ്രയാസം വന്നാലും, ഞാൻ എൻ്റെ കർത്താവിനെ മുറുകെ പിടിക്കോ. പിശാചേ, എന്നെ തോൽപ്പിക്കാൻ നിനക്ക് കഴിയത്തില്ല. അതെ, ഞാൻ തള്ളി പറയത്തില്ല, ഞാൻ കർത്താവിനെ മുറുകെ പിടിക്കോ. പ്രൈസ് ഗോഡ്. ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ശക്തമായ പരീക്ഷകൾ നിറഞ്ഞതാണ്. ഇതില്ലാത്ത ഒരിടം ഈ ഭൂമിയിലില്ല. ഇതില്ലാത്ത ഒരിടം ഈ ഭൂമിയിലില്ല. നീ ഈ ഭൂമിയിൽ ദൈവം വെച്ചിരിക്കുന്ന ആയുസ് എത്ര, അതുവരെ ഇവയെല്ലാം സഹിച്ചേ പറ്റുള്ളൂ. പക്ഷെങ്കിൽ നമുക്കൊരു സാക്ഷ്യം പ്രാപിക്കാം. ഒരു വാക്കിൽ പോലും ദൈവത്തിനെതിരെ ഒരു ദൂഷണം പറയുവാൻ, ഒരു തള്ളി പറഞ്ഞൊരു വാക്ക് പോലും ഇയ്യോബിൻ്റെ നാവിൽ വന്നില്ല. ഈ ആയുസ്സിൽ നമുക്ക് വേണ്ടി ഏറ്റവും വലിയ സാക്ഷ്യം അതായിരിക്കട്ടെ. എൻ്റെ ആയുസ്സിൽ ഞാൻ ഒരിക്കൽ പോലും എൻ്റെ കർത്താവിനെ തള്ളി പറയത്തില്ല. ഓ ജീസസ്, ഹല്ലേലൂയ. എൻ്റെ കർത്താവിനെ ഞാൻ തള്ളി പറയത്തില്ല. എല്ലാ ദൈവമക്കളും ഹൃദയം കൊണ്ടൊന്ന് ഒന്ന് അത് പറയാം. കർത്താവേ, ഞാൻ ഒരിക്കൽ പോലും തള്ളി പറയത്തില്ല. എൻ്റെ കർത്താവിനെ തള്ളി പറയത്തില്ല. എനിക്ക് വേദന വന്നാലും, എൻ്റെ സാഹചര്യങ്ങൾ പരാജയമായാലും, എൻ്റെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ വന്നാലും, നഷ്ടകഷ്ടങ്ങൾ വന്നാലും, ശരീരത്തിൽ രോഗങ്ങൾ വന്നാലും, ഹല്ലേലൂയ, എൻ്റെ ഭാര്യനോ പള്ളു പറഞ്ഞാലും, ഓ ജീസസ്, ഹല്ലേലൂയ, എൻ്റെ സ്നേഹിതരെന്നെ പള്ളു പറഞ്ഞാലോ, ഏത് സാഹചര്യം വന്നാലും എൻ്റെ കർത്താവിനെ ഞാൻ തള്ളി പറയത്തില്ല. എൻ്റെ കർത്താവിനെ ഞാൻ തള്ളി പറയത്തില്ല. എൻ്റെ നാവ് കൊണ്ട് ഞാനൊരു പാപം ചെയ്യത്തില്ല. എൻ്റെ നാവ് കൊണ്ട് ഞാനൊരു ദൂഷണം പറയത്തില്ല.
ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന എല്ലാവരോടുമായിട്ട് പറയുക, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് നിരാശകളുണ്ട്. ആരും പറയുന്നില്ലെന്നേ ഉള്ളൂ. ഹല്ലേലൂയ. കർത്താവിനോട് പ്രാർത്ഥിച്ച് എത്രയോ ദിവസങ്ങൾ, ഉപവസിച്ച് എത്രയോ നാളുകൾ, എത്രയോ വർഷങ്ങൾ മറുപടി കിട്ടാത്ത വിഷയങ്ങൾ ഉണ്ടായിരിക്കാം. ഹല്ലേലൂയ. മറുപടി പോയിട്ട് അതിന് പകരമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് നൊമ്പരങ്ങളായിരിക്കാം, ദുഃഖങ്ങളായിരിക്കാം, മുറിവുകളായിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, ജീവിതത്തിൽ മറുപടി കിട്ടാത്ത ഏതെങ്കിലും വിഷയമായി നിങ്ങൾ ഭാരപ്പെടുന്നെങ്കിൽ കർത്താവിൻ്റെ ആത്മാവിൽ ഞാൻ ശക്തമായിട്ട് പറയുകയാണ്, നിങ്ങളുടെ വാ കൊണ്ട് ഒരു വാക്കിൽ പോലും പാപം ചെയ്യാതിരിക്കാൻ നോക്കുക. ഹല്ലേലൂയ. കർത്താവിനെതിരെ ഒരു വാക്ക് പോലും നിങ്ങൾ തള്ളി പറയരുത്. യഹോവ തന്നു, യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവൻ നന്മ തന്നു. ഹല്ലേലൂയ. എത്രയോ നന്മകൾ എനിക്ക് തന്നു, ചില തിന്മകളോടെ അവൻ എനിക്ക് തന്നു. അതെന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, അതെൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. എൻ്റെ ജീവിതത്തിലെ തിന്മകൾ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. നന്മകൾ തന്നവൻ തിന്മകളൂടെ തന്നു, തിന്മകൾ തന്നത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ എല്ലാം നന്മയാക്കി മാറ്റോ. അടുത്ത വർഷം എനിക്കത് മനസ്സിലാക്കാൻ കഴിയും, എനിക്ക് സാക്ഷ്യം പറയാൻ കഴിയോ. എൻ്റെ ജീവിതത്തിൽ അത് നന്മയാക്കി മാറ്റി എൻ്റെ ദൈവം. ഹല്ലേലൂയ. അടുത്ത ആഴ്ച ഞാനത് നന്മയായി തിരിച്ചറിയോ. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം നന്മയ്ക്കാണെന്ന് ഞാൻ തിരിച്ചറിയുന്ന നാളുകൾ അതിവിദൂരമല്ല. ഹല്ലേലൂയ. എനിക്ക് സാക്ഷ്യം പറയാ, എനിക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, എൻ്റെ അനുഭവത്തിൽ നിന്ന്, എൻ്റെ ജീവിതത്തിൽ നിന്ന് എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ അതൊരു സാക്ഷ്യമായി മാറും. പ്രൈസ് ഗോഡ്. നിങ്ങൾ വിശ്വസിക്കുക, കർത്താവിനെ മുറുകെ പിടിക്കുക, വിശ്വാസത്തിൽ ഉറയ്ക്കുക, പിശാചിന്റെ തന്ത്രങ്ങളെ ജയിക്കുക. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ തിരുവചനത്തിന് മുൻപിൽ ഉറയ്ക്കട്ടെ. നീ ഞങ്ങളെ സ്നേഹിക്കുന്നു. എത്ര പ്രതികൂലങ്ങളിൽ കൂടി ഞങ്ങൾ കടന്നുപോയാലും ഞങ്ങളുടെ നാവ് സമർപ്പിക്കപ്പെടുവാൻ, ഞങ്ങളുടെ നാവിൽ ഒരു വാക്ക് പോലും അരുതാത്ത വരാതിരിപ്പാൻ ഞങ്ങളെ നീ സഹായിക്കണം.